പ്രിയപ്പെട്ടവരെ, ഇന്ന് വാട്സപ്പിലൂടെ വന്ന ഒരു മെസ്സേജിന് മറുപടി പറയുകയാണ്. മെസ്സേജിന്റെ രത്ന ചുരുക്കം ഞാൻ പറഞ്ഞു, അല്ലാതെ വായിച്ചു പോയ ഒരുപാടുണ്ട്. ഒരമ്മയാണ് മെസ്സേജ് അയച്ചത്. ഈ അമ്മയുടെ മകന് 10-32 വയസ്സുണ്ട്. അപ്പോൾ ഇതുവരെയും കല്യാണമൊന്നും നടന്നിട്ടില്ല. ഒരു ചെറിയ തൊഴിലുണ്ട്. തൊഴിലെന്നും പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ഒരു വാഹനാപകടം ഉണ്ടായി. കാലിന് കുറച്ച് പരിക്കൊക്കെ പറ്റി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവന് രോഗങ്ങൾ ഉണ്ടാകുന്നു, സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അസ്ട്രോളജറെ കാണുമല്ലോ. അങ്ങനെ പോയി അസ്ട്രോളജറെ കണ്ടു. അദ്ദേഹം ജാതകം പരിശോധിച്ചു. ഒപ്പം കബഡി പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് കുറച്ച് ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു, ശനിദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചില പരിഹാരങ്ങൾ കുറിച്ച് കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൃത്യുഞ്ജയ അർച്ചന കഴിപ്പിക്കണമെന്നുള്ളത്. അത് ആഴ്ചയിൽ 1 പ്രകാരം 8 മാസം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഈ അമ്മ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ അർച്ചന കഴിപ്പിക്കുകയാണ്. അങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിലെ മേൽശാന്തി മാറിപ്പോയിട്ട് മറ്റൊരു മേൽശാന്തി വന്നു. ആ മേൽശാന്തിയായിട്ട് എല്ലാ കാര്യത്തിലും ഇച്ചിരി പാണ്ഡിത്യമുള്ള ആളാണ് എന്നാണ് പൊതുവിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പം ഈ മേൽശാന്തി വന്നിട്ട് ഈ അമ്മ മൃത്യുഞ്ജയ അർച്ചന കഴിപ്പിക്കാൻ വേണ്ടി പതിപോലെ ചെന്നപ്പം ചോദിച്ചു, എന്തിനാണ് ഈ മൃത്യുഞ്ജയ അർച്ചന കഴിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഇങ്ങനെ ഒരു ജ്യോതിഷം പറഞ്ഞു, നീ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അർച്ചന കഴിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അറിവില്ലാത്ത ജ്യോതിഷന്മാരൊന്നും പറഞ്ഞിരുന്ന കേൾക്കരുത്. തുടർച്ചയായിട്ട് മൃത്യുഞ്ജയ അർച്ചന അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചാൽ ദോഷമാണ്. ഏതൊരു മരുന്നിനും സൈഡ് എഫക്റ്റ് ഉള്ളതുപോലെ ഇതിനൊരു പരിധിയുണ്ട്. അതിൽ കൂടുതലായിപ്പോയാൽ അതിലുള്ള മൃത്യു എന്ന് പറയുന്ന ദോഷം ബാധിക്കും. അതുകൊണ്ട് മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന ഇവയൊക്കെ വളരെ സൂക്ഷിച്ചേ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വളരെ പേടി തോന്നി. അമ്മ വീട്ടിൽ വന്ന് പലയിടത്തും സംസാരിച്ചു. ജ്യോതിഷൻ്റെ അടുത്ത് വിളിച്ചു വെച്ചപ്പോൾ ജ്യോതിഷം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ആ ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു ക്ഷേത്രത്തിൽ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ അങ്ങ് പേടിച്ചു പോയി. സ്വന്തം മകൻ്റെ കാര്യമില്ലേ, ജീവൻ്റെ കാര്യമില്ലേ. അതുകൊണ്ട് അമ്മ മൃത്യുഞ്ജയ അർച്ചനയൊക്കെ അങ്ങ് മതിയാക്കി. എന്നിട്ടാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്, ഇതിലെന്തെങ്കിലും ദോഷമുണ്ടോ? ഇങ്ങനെ പലരും മൃത്യുഞ്ജയ അർച്ചന ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഈ മൃത്യുഞ്ജയ അർച്ചന കൂടിപ്പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം അല്ലേ. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ ഹരിചന്ദ്ര മഠം. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട്. അതിലൂടെ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ്. പിന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവയൊക്കെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ഉൾക്കൊള്ളിക്കുക. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ നിങ്ങൾ ഈ പ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എങ്കിലല്ലേ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടൊക്കെ ഈ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തും. അതും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഹൈന്ദവർക്കെല്ലാം തന്നെ മൃത്യുഞ്ജയ മന്ത്രത്തെക്കുറിച്ച് ഏകദേശം ഒരു അറിവുണ്ടാവും. ഒന്ന് കേട്ടറിഞ്ഞിട്ട് എങ്കിലും ഉണ്ടാവും. ആപത്തുകളെ തടയിടാൻ പറ്റുന്ന, മഹാവിപത്തുകളെ നേരിടാൻ കഴിയുന്ന ഒരു മന്ത്രമായിട്ടാണ് പൊതുവിൽ മൃത്യുഞ്ജയ മന്ത്രത്തെ കരുതിയിരിക്കുന്നത്. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുക്ഷീയമാമൃതാത് എന്നുള്ള രീതിയിൽ മന്ത്രം അല്ലേ. അപ്പൊ ഈ മന്ത്രം ജപിക്കുമ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടോ, അത് ജപിക്കാൻ പാടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരും. ആൾക്കാർ നമ്മുടെ ഈ സബ്ജക്റ്റ് കണ്ടാവുന്ന കാര്യം പലരും വീട്ടിലിരുന്ന് പോലും ജപിക്കുന്നുണ്ട്. അപ്പോൾ അർച്ചന ചെയ്യാൻ പാടില്ല എന്നാണല്ലോ ഇവിടെ ഒരു മേൽശാന്തി പറഞ്ഞിരിക്കണേ. എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ മൃത്യുഞ്ജയ മന്ത്രം അത് രചിച്ചത് മാർക്കണ്ഡേയ മുനിയാണ്. മാർക്കണ്ഡേയ മുനി ശരിക്കും പറഞ്ഞാൽ മരണവക്ത്രത്തിൽ നിന്ന് മഹാദേവനാൽ രക്ഷപ്പെട്ട ഒരാളാണ്. 16-ാമത്തെ വയസ്സിൽ മരണം പുൽകേണ്ട ആളെ ശിവഭക്തി, കഠിനമായ ആ അർപ്പണ മനോഭാവം കൊണ്ട്
കാലനെ നിഗ്രഹിച്ച് ശിവനെ കൊണ്ട് തന്നെ തൻ്റെ അമരത്വം നേടിയെടുത്ത ആളാണ് മാർക്കണ്ഡേയ മുനി. ഈ മാർക്കണ്ഡേയ മുനിയാൽ സൃഷ്ടിതമായതാണ് ഭഗവാന്റെ ആ ഭാവത്തിലുള്ള മൃത്യുഞ്ജയ മന്ത്രം. ഇത് ചന്ദ്രന്റെ ശാപം നീക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക വഴിയാണ് ലോകത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും പറയുന്നുണ്ട്. അത്രയും നാൾ ഇത് ഗോപ്യമായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇത് ഋഗ്വേദത്തിലുള്ള മന്ത്രമാണ്. വളരെ പഴക്കമുള്ളൊരു മന്ത്രമാണ്. ഒരുപാട് ഋഷിമാരാൽ ഉരുവിട്ട് ശക്തി വർദ്ധിച്ച ഒരു മന്ത്രമാണ്. അതിൻ്റെ ഫലം നമ്മൾ ആദ്യകാലങ്ങളിൽ വേദകാലത്ത് കണ്ടിരുന്നതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കണം ഈ ജപങ്ങളിലൂടെ ഇപ്പോൾ അതിനുണ്ടായിരിക്കുന്ന ആ പവർ. അത്രത്തോളം ഗുണകരമായിട്ടുള്ളൊരു മന്ത്രമാണ്. ഓക്കെ, എപ്പോഴും നമുക്ക് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാമോ എന്നുള്ള കാര്യത്തിലേക്ക് വരാം. ഈ അടുത്ത കാലത്ത് ഒരു വിദ്വാൻ, പ്രത്യേകിച്ച് അദ്ദേഹം സത്സംഗങ്ങളൊക്കെ നടത്തുന്ന ഒരാള്, മഹാദേവനെ പ്രാർത്ഥിക്കരുത്, മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ആളിനെ പെട്ടെന്ന് മഹാദേവൻ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് റീൽസും അല്ലാതെ ഷോർട്സും കണ്ട സോഷ്യൽ മീഡിയയിലെല്ലാം നിറയ്ക്കുകയുണ്ടായി. അപ്പം അതൊരു തെറ്റാണ് എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ അവരുടെ ഒരു സൈബർ അറ്റാക്കൊക്കെ ഉണ്ടായി. അങ്ങനെ അന്ന് വൈകുന്നേരത്തോടെ ആ വീഡിയോ ഒക്കെ ഒന്ന് ബ്ലോക്കായിപ്പോയി. ആരാണ്, അദ്ദേഹമാണെന്നറിയില്ല, എന്തായാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കുറേ പേരായിരിക്കണം. പിന്നീട് ഞാൻ വീണ്ടും അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ അപ്ലോഡ് ചെയ്യപ്പെടുകയുണ്ടായി. അത് കുറേയധികം പേരിൽ എത്തി. ആദ്യം എത്തിയതുപോലെ എത്തിയില്ല. ഇപ്പോഴും 10-30,000 പേര് അടുപ്പിച്ചത് കണ്ടിട്ടുള്ളൂ. കാര്യം തെറ്റിദ്ധാരണകൾ ഒരുപാട് പരത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളത് ഈ അടുത്ത കാലത്ത് വീണ്ടും എനിക്ക് ബോധ്യപ്പെട്ടു. വിദ്യാസാഗർ ഗുരുമൂർത്തിയെ പോലെ അറിവുള്ള പാണ്ഡിത്യമുള്ള ഒരാളെടുത്ത് അദ്ദേഹം വിളിച്ച് ഇതിൻ്റെ പേരിൽ മാപ്പപേക്ഷിക്കുന്നതൊക്കെ കണ്ടു. എന്നിട്ടും അദ്ദേഹം ആ സോഷ്യൽ മീഡിയയിൽ നിന്നും തൻ്റെ ഇത്തരം പൊട്ടത്തരങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഇപ്പോഴും പലയിടത്തും കേൾക്കുന്നുണ്ട് ഈ കള്ളത്തരം. അതായത് ശിവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു പോകും എന്നുള്ള രീതിയിലുള്ള കള്ളത്തരം. അത് നമ്മുടെ ഹൈന്ദവ പാരമ്പര്യത്തിൽ ഇത്തരം കള്ളത്തരങ്ങൾ ഒരുപാട് പടച്ചിറക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കണ്ടാൽ യോഗ്യരെന്നേ വിചാരിക്കുള്ളൂ. ഇവരിതൊക്കെ പറയാനുള്ള യോഗ്യത നേടിയ ആൾക്കാരും ഋഷിതുല്യരായിട്ടുള്ള ആൾക്കാരെന്ന് തോന്നും, അറിവ് നേടിയ ആൾക്കാരാണെന്നൊക്കെ നമുക്ക് തോന്നും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ പലപ്പോഴും കേട്ടിരുന്ന ഒന്നാണ്, പല വീടുകളിലും അവിടെയൊക്കെ സ്ത്രീകൾ ആർക്കെങ്കിലും ആർത്തവം ഉണ്ടെങ്കിൽ അവിടെ വിളക്ക് തെളിയിക്കില്ല. അവിടെയുള്ളവർ പറയും, കുടുംബത്തിനകത്ത് ഒരാൾക്ക് ആർത്തവം ഉണ്ടെങ്കിൽ നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നൊക്കെ അന്നത്തെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കും. അങ്ങനെ ഒക്കെ പ്രചരിപ്പിക്കുന്ന ചില ഈ മതം മാറ്റൽ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും അവർ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ ഉദ്ബോധനങ്ങൾ കൊടുക്കും. സ്വന്തം മതത്തിൻ്റെ ഗുണങ്ങളല്ല പറയുന്നത്, നമ്മുടെ ഇതിൽ ദോഷങ്ങളുണ്ടെന്ന് പറയുന്ന തരത്തിലുള്ള ഉദ്ബോധനങ്ങൾ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാരെന്ന് തോന്നിപ്പിക്കുന്ന പേരൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അവരോടൊപ്പം വരുന്നത്. അവർ മതം മാറാനുള്ള കാരണങ്ങളൊക്കെ പറയും. എന്നിട്ട് വിളക്ക് വയ്ക്കുന്ന ദോഷം, അങ്ങനെയുള്ള ദോഷം, ഇതാണ് ദോഷം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദോഷങ്ങൾ മാത്രം വിളിച്ചു പറയുക. ഒന്നിലും നന്മയില്ല. അങ്ങനെ തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ വിളക്കൊക്കെ തെളിയിച്ചിരുന്നതെല്ലാം എടുത്ത് മാറ്റിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ജ്യോതിഷ മാസികകളും മറ്റുമൊക്കെ ഇവിടെ പ്രചാരം നേടിയ കാലഘട്ടത്തിലാണ് പിന്നെയും നമ്മുടെ ഹൈന്ദവ വിഭാഗം കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നത്. അത്രയും നാളും അവർ അതിൽ നിന്നൊക്കെ ഒന്ന് പിന്നോക്കം പോയി. അതോടുകൂടി നമ്മെ ഭരിക്കാനും നമ്മുടെ ആൾക്കാരെ കടത്തിക്കൊണ്ടുപോകാനും ഒരുപാട് പേര് വന്നു. അതാണ് അതിൻ്റെ പിന്നാമ്പുറ കഥ. അപ്പം ഇവിടെ ഇത് പറഞ്ഞു വരുന്നത്, ഇന്നും നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണാജനകമായ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഹൈന്ദവതയ്ക്ക് മേല്, നമ്മുടെ ആചാരങ്ങൾക്ക് മേല് ഇത് വിശ്വസിക്കുന്നവർക്ക് ഒരു സംശയം ഉളവാകുക. ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ദോഷം വന്നു കൂടുമോ എന്നുള്ള ഒരു ചിന്ത ഉത്പാദിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും ഫണ്ടിങ് കിട്ടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാര്യം നമുക്ക് അങ്ങനെയുള്ള അന്വേഷിച്ചറിയാനുള്ള ഒരു സ്രോതസ്സുകളൊന്നും ഇല്ല. പക്ഷേ അങ്ങനെയുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്നത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരെ കാണുന്നു. എന്ത് ചെയ്താലും പാപത്വമാണ്, എന്ത് ചെയ്താലും പ്രശ്നമാണ് എന്നുള്ള മട്ടില് പറയുന്നത്. പ്രധാനമായിട്ടും ഒരു വീട്ടിൽ ആർത്തവമുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ വീട്ടിലൊന്ന് കണി വെക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ ഈ അടുത്ത കാലത്ത് കണ്ടു. സോഷ്യൽ മീഡിയയിൽ നിന്നൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നെയാണ്. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. ആർത്തവം ഒരു ശാരീരികമായ പ്രക്രിയയാണ്.
താന്ത്രികപരമായിട്ടുള്ള നിലയങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ഹൈന്ദവ സ്ത്രീകൾക്ക് അറിയാം നമ്മൾ അവിടെ പൊയ്ക്കൂടാന്ന്. അവർ പോകുന്നില്ല. അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അല്ല, ആർത്തവമുള്ള ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ പൂജകൾക്കോ മറ്റൊന്ന് വിലക്കൊന്നുമില്ല, ഒരു വിലക്കുമില്ല. പക്ഷെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത പലപ്പോഴും ഒരു സ്ത്രീയുടെ വീട്ടിൽ നമ്മൾ ഒരു പൂജയ്ക്കോ മറ്റോ കടന്നു ചെല്ലുമ്പോൾ, തിരുമേനി പൂജയ്ക്കൊന്നും വരണ്ട കേട്ടോ, ഇവിടെ ഒരു സ്ത്രീക്ക് അശുദ്ധമുണ്ട്, ഇവിടെ തുടക്കമുണ്ട്, അതുകൊണ്ട് ഇവിടെ പൂജ ചെയ്യണ്ടെന്നൊക്കെ പറയും. ആ പൂജാസ്ഥാനത്തേക്ക് അവർ വരണ്ട, അത്രയേ ഉള്ളൂ. അവർക്ക് മാറിയിരിക്കാം. അവിടെ ആ ഗൃഹത്തിനകത്ത് ഈശ്വരാധീനം വേണം, അത് വ്യക്തമല്ലേ. ഇനി ചിലപ്പോൾ ചില ആവാഹന പൂജകളൊക്കെ ഉണ്ട്, അവരും കൂടെ ഇരുന്ന് പൂജ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ നമ്മൾ ആ പൂജ നടത്തണ്ട, അവർക്കും കൂടെ പങ്കെടുക്കാനുള്ളതല്ലേ, നമുക്ക് പിന്നീട് ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ല, ഒരു സ്ത്രീക്ക് ഒരു വീട്ടില് ഒരു ആർത്തവകാലം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ആ വീട്ടില് പൂജാ ചടങ്ങുകളൊന്നും നടത്തിക്കൂടാന്നൊക്കെ പറയുന്നത് വെറും വിഡിതാണ്. പണ്ട് കല്യാണത്തിന് പോലും പോവാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആർത്തവകാലം ആയതുകൊണ്ട് കല്യാണങ്ങൾക്ക് പങ്കെടുക്കില്ല. ഇതൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞ് വച്ചേക്കുന്ന കാര്യം എന്താ? ഈ മണ്ഡപത്തില് പൂജാദ്രവ്യങ്ങൾ ഇരിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ചെന്ന് നിൽക്കില്ലായിരിക്കും. ഒരു മംഗള കർമ്മ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നിയർലി പൂജാകർമ്മങ്ങൾ നടക്കണോണ്ട് ഇച്ചിരി പുറകിലേക്ക് നിന്നാലായി. അതിനപ്പുറം വേറെ ഒന്നും അവിടെ സംഭവിക്കാനില്ല. ഇതൊക്കെ പറഞ്ഞിരുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇപ്പൊ നോക്കൂ, മൃത്യുഞ്ജയ അർച്ചന എന്താണ് അവിടെ സംഭവിക്കുന്നത്? മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് അവിടുത്തെ മേൽശാന്തിയോ കർമ്മി ആരാ പൂജ ചെയ്യുന്ന ആള് ആ ഭഗവാന് അർച്ചന കഴിപ്പിക്കുകയാണ്. അർച്ചന കഴിപ്പിക്കുന്ന എങ്ങനെയാണ്? പേര്, നാള്, ചിലയിടങ്ങളിൽ ഗോത്രം പറയും, ചിലയിടത്ത് തിഥി പറയും. അങ്ങനെയൊക്കെയാണ് അർച്ചന കഴിപ്പിക്കുന്നത്. പുഷ്പാഞ്ജലി ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടുണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? മൃത്യുഞ്ജയ മന്ത്രം എന്താ എനർജി കൊടുക്കുന്നത്? ഈ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും മരിക്കാതിരിക്കുമോ? ചിലർ വിചാരിക്കുന്നത് മൃത്യുവിൽ നിന്ന് ജയം കിട്ടുന്ന മന്ത്രമല്ലേ മൃത്യുഞ്ജയം. അപ്പൊ ഇത് ജപിച്ചുകൊണ്ടിരുന്നാൽ മരണത്തെ അതിജീവിക്കാൻ പറ്റുമെന്നാണ്. ഇല്ല, മരണത്തെ അതിജീവിക്കുന്ന ഒരു മന്ത്രമല്ല മൃത്യുഞ്ജയം എന്ന് പറയുന്നത്. ഒരു വെള്ളരി അത് വിളഞ്ഞ് പാകമായിട്ട് അതിൻ്റെ വെള്ളരി വള്ളിയിൽ നിന്ന് അത് വേർപെട്ട് പോകുന്നത് പോലെ അധികം കഠിനതരമല്ലാത്ത ദേഹമുക്തി, അതാണ് മൃത്യുഞ്ജയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ കടന്നു പോകുക. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ചെറുപ്രായത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയി അയാളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചില്ല, 90-ാമത്തെ വയസ്സിൽ അയാൾ മരിച്ചുപോയാൽ അയാളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് വിചാരിച്ചു പോരുതേ. ചിലപ്പം നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിത ലക്ഷ്യമുണ്ട്. ആ ജീവിത ലക്ഷ്യത്തിന്റെ നമുക്കിവിടെ ഒരു കർമ്മം തന്നു വിട്ടിരിക്കുന്ന ഈശ്വരൻ ഏതുവരെയാണ് ആ കർമ്മത്തിന്റെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്. ആ പോയിന്റ് വരെയാണ് ആ ജീവിത ലക്ഷ്യം. അതിനുശേഷം അയാൾക്ക് ഈ ഭൂമി വിട്ടു പോയേ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അതിനപ്പുറം അല്ലാതെ ഒരാൾ 90 വയസ്സ് ജീവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലക്ഷ്യം നേടിയെന്നൊന്നും വിചാരിക്കരുത്. 90 അല്ല 100 അല്ല, അതിൽ കൂടുതൽ ജീവിച്ചാൽ ലക്ഷ്യം നേടാത്ത ഒരുപാട് പേരുണ്ട്. എന്നാൽ 30-ഉം 40-ഉം വയസ്സിൽ അവരുടെ ജീവിത ലക്ഷ്യം നേടിയവരും ഉണ്ട്. അതൊക്കെ നമുക്ക് ചുറ്റുപാടുകളിലൊക്കെ നോക്കി അറിയാം. 80, 70, 90 വയസ്സൊക്കെ ആയിട്ടും ഇന്നും ഞാൻ എവിടെ ചെയ്തു, ഈ ഭൂമിയിൽ എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാതെ ജീവിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. എന്നാൽ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് സാർത്ഥകമായി എന്ന് ചിന്തിക്കുന്ന 40-ഉം 45-ഉം വയസ്സുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് പറയാം, പിന്നെ അത്തരം ചിന്തകൾ മാത്രമല്ല ജന്മത്തിന്റെ പുണ്യം നേടുക എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നു ഒരു വ്യക്തിയുടെ ജീവിതം സക്സസ് ആയി എന്ന് പറയുന്നത് അയാൾ ജന്മപുണ്യം നേടി എന്നൊക്കെ പറയുന്നതല്ല. ഈ നമ്മളെ ഇങ്ങോട്ട് ഇട്ട ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ നമ്മളിൽ ഒരു ലക്ഷ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിനനുസരിച്ചാണ് നമ്മളിവിടെ കർമ്മം ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പം ജനിച്ച ഉടനെ 2-3 നാളുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അപ്പോൾ തന്നെ മരണപ്പെട്ടു പോകുന്ന ഒരു ശിശുവിന്റെ എന്താണ് ആ ജന്മം കൊണ്ട് കർമ്മം ചെയ്തേക്കുന്നത്? ഈ അച്ഛനമ്മമാർക്ക് ഒരു ദുഃഖത്തിന് ഹേതു വരുത്തുക മാത്രമാണ് ആ ജന്മത്തിന്റെ ഉദ്ദേശം. അവരെ ഇങ്ങനെ അവരുടെ പ്രതീക്ഷകളും എല്ലാമായിട്ട് ഇങ്ങനെ വന്നു. പക്ഷെ ആ കുട്ടിക്ക് അവിടെ ഒന്ന് പറക്കണം. കാര്യം പൂർവ്വജന്മത്തിന്റെ ഒരു ഇച്ചിരി ബാലൻസ് കിടപ്പുണ്ട്. അതൊന്ന് തീർത്തിട്ട് അതിന് മടങ്ങിപ്പോണം. ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് അത് ഒരു അമ്മയുടെ ഉദരം സ്വീകരിക്കുന്നു, അത് വന്ന് പിറക്കുന്നു, മടങ്ങിപ്പോകുന്നു. ഈ അച്ഛനമ്മമാർക്ക് ദുഃഖത്തിനൊരു ഹേതു വരുത്തുന്നു. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ ഇത്രയും പറഞ്ഞത്, മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാൽ ഒരാളുടെ മരണം അകന്നു പോകുന്നില്ല.
എന്നാൽ അത് ജപിച്ച ആൾക്കാർ ഇത്രയും കാലയളവിൽ എല്ലാവരും ജീവിച്ചിരിക്കണമല്ലോ, അതില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം നമ്മുടെ ലക്ഷ്യപൂർത്തീകരണം എന്താണോ അത് പൂർണ്ണമായി പൂർത്തീകരിച്ചതിന് ശേഷം അനായാസേന ജീവന് ശരീരം വിട്ടു പോകുക എന്നുള്ളതാണ്. അപ്പം മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്ന ഒരാൾക്ക് അകാരണമായിട്ടുണ്ടാകുന്ന, അതായത് കാലത്തിൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാം. അതായത് പലതരം നെഗറ്റീവുകളായിട്ട് വന്നു ചേരാവുന്നത് സമയദോഷപരമായിട്ട് അല്ലാതൊക്കെ വരുന്ന ചില കാര്യങ്ങൾ, അതിനെ തടയിടാൻ പ്രകൃതി തന്നെ തന്നിട്ടുള്ള അമൂല്യമായൊരു മന്ത്രമാണ് മൃത്യുഞ്ജയം. അത് നമ്മൾ ചില ഇൻപുട്ടുകൾ ചിലതിൽ കൊടുക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പ്രകൃതി എനിക്ക് തന്നതാണ് അസുഖം എന്നുള്ളതല്ല, പ്രകൃതി അതിനൊരു മരുന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ആ മരുന്ന് ഉപയോഗിച്ച് അസുഖത്തെ ഭേദപ്പെടുത്തണം. അത് നമ്മുടെ ബുദ്ധിയാണ്, അല്ലെ? പ്രകൃതി തന്നിട്ടുള്ള ആ മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളത്. അതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ മൃത്യുഞ്ജയം ജപിക്കുക. നമുക്ക് അതിൻ്റെ അളവോടുകൂടി നമുക്ക് ഒരു ഉദ്ദേശം ഒരാൾ പറഞ്ഞു തരും. ഇപ്പോൾ ഒരു കർമ്മി ഇവിടെ ഒരു ജ്യോതിഷം പറഞ്ഞു കൊടുത്തു, ഇത്രയും കാലയളവിൽ ഇത് ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ അത്രയും കാലയളവിലാണ് ഇവിടുത്തെ പറഞ്ഞ വ്യക്തി, ആ അമ്മ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മേൽശാന്തി കയറി ഇടപെടുകയാണ്, അത് കൂടുതൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണ്. ഈ ഉദ്ദേശശുദ്ധിയാണ് ഞങ്ങളുടെ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത്, മുൻപ് ഒരു ജ്യോതിഷനും ഇതുപോലെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അതൊരു ഓവർഡോസായി പോകാറുണ്ടല്ലോ. ഒരു അസുഖത്തിന് വേണ്ടി കഴിക്കുന്ന ഒരു മരുന്നായിരിക്കും. അത് കഴിച്ചു കഴിയുമ്പോൾ അത് ഓവർഡോസ് ആയാൽ ശരീരത്തിന് പ്രശ്നമാവും. അപ്പോൾ അത് ഒരു അളവിനെ കഴിക്കാവൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മന്ത്രങ്ങളെയൊന്നും മരുന്നുകളുമായിട്ടല്ല ബന്ധിക്കുന്നത്, മരുന്നേ അല്ല, ഈ പ്രകൃതിയിലെ പോഷകങ്ങളായിട്ടാണ് നമ്മൾ മന്ത്രങ്ങളെ കണക്കൂട്ടുന്നത്. പോഷകങ്ങൾ നമുക്ക് എന്താ ജീവനത്തിന് വേണ്ടിയിട്ടുള്ളതെന്നാണ്. അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ പോഷകങ്ങൾ ഉപയോഗിക്കുന്നത് അസുഖം തന്നെ വരാതെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും അസുഖം വന്ന ഒരാളിനും പോഷകങ്ങൾ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അയാളുടെ മരുന്നും ഒപ്പം ചില വൈറ്റമിൻസ് കൊടുക്കുമ്പോൾ ആ അസുഖത്തിന് മരുന്ന് കൊണ്ട് ഭേദമാവും. പിന്നെ അത് വരാതിരിക്കാൻ വേണ്ടി പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഗുണം നൽകുകയും ചെയ്യും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ ഈ മൃത്യുഞ്ജയ മന്ത്രം കൂടുതലായിട്ട് ജപിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദോഷവും വരാനില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പുണ്യം കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അല്ലപ്പുറം ഇതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. അങ്ങനെ ഇത്രയും ദിവസം മാത്രം ജപിച്ചിട്ട് മാറ്റിവെക്കുന്ന ഒന്നല്ല. ഇതുപോലെ തന്നെയാണ് ശത്രുസംഹാര പുഷ്പാഞ്ജലിയെ കുറിച്ചും പറയുന്നത്. ഈ ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെല്ലാം മരിച്ചു പോകും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ശത്രുസംഹാര പുഷ്പാഞ്ജലി പലരും കാണുന്നത്. ദൈവഹിതം വെച്ച് പറയുകയാണെങ്കിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി ഒരു ശത്രുവിനെയും കൊല്ലുന്നില്ല എന്നുള്ളതാണ്. ആ ശത്രുവിൻ്റെ ഉള്ളിലെ ശത്രുതയെ നീക്കിത്തരികയാണ് ചെയ്യണം. നമ്മളടുത്ത് ഒരാൾ പക വെച്ച് പുലർത്തുമ്പോൾ അയാളെ, ആ പകയുള്ള ആളെ കൊല്ലുകയല്ല അവിടെ ചെയ്യുന്നത്, ആ ഉള്ളിലുള്ള പക അങ്ങ് മാറ്റിയിട്ട് അയാൾക്കൊരു ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ പലപ്പോഴും പല കർമ്മികളും പറയണം, ഞാൻ ഈ ശത്രു സംഹാര മന്ത്രം ഉപയോഗിച്ച് നിന്റെ ശത്രുവിനെ തീർത്തു തരാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ മന്ത്രത്തിൻ്റെ യുക്തി അങ്ങനെയല്ല. പക്ഷെ ഈ പറയുന്ന ആള് അവിടെ പിന്നീട് ചില മാരണക്രിയകളോ അല്ലെങ്കിൽ ചില ആഭിചാരം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഈ എതിരെയുള്ള ആളിന് ദോഷം വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പിന്നീട് അത് തിരിച്ചടിയായി മാറാറുണ്ട്. ദുഷ്ടമന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണ്. ദുഷ്ടമന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഫോഴ്സിനെ ഉപയോഗിച്ചിട്ടുള്ള മന്ത്രങ്ങൾ. അത് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രധാന മന്ത്രങ്ങളിൽ ഏറ്റവും ഊർജ്ജദായകമായിട്ടുള്ളൊരു മന്ത്രമാണ്. ഇതിന് യാതൊരുവിധ നെഗറ്റീവും ഇല്ല. ഇവിടെ ജപിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ സംശയം ഉളവാകും. ഒന്നുമില്ല, ഈ മന്ത്രം ജപിക്കുന്നത് ഏറെ പുണ്യകരമാണ്, ഇത് തുടരുക തന്നെ വേണം. ആ ജ്യോതിഷൻ നിങ്ങൾക്കൊരു രാശി പ്രശ്നം നോക്കിയിട്ട് ഇത്ര കാലയളവ് ജപിക്കാൻ പറഞ്ഞു, അർച്ചന ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ മൃത്യുഞ്ജയം കൊണ്ട് ധാരയിടാൻ പറഞ്ഞു, മൃത്യുഞ്ജയ ഹോമം ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം ഗുണകരം തന്നെയായിരിക്കും. അവർ രാശി പ്രശ്നം നോക്കിയിട്ടാണ് പറയുന്നത്. എല്ലാത്തിനും വിദ്വാൻ ഞാനാണ്, എല്ലാത്തിനും കേമൻ ഞാനാണ് എന്നുള്ള മട്ടിൽ ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നിബന്ധനകൾ പറയും. അതിനെ കയറി അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതൊരു മന്ത്രവും നമ്മുടെ ഹൈന്ദവ ആചാര പദ്ധതിയിൽ, ഇപ്പം നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിക്കുകയാണ്, രാവിലെയും വൈകുന്നേരം ജപിക്കുകയാണ്. നാളെ ഒരാൾ വന്നിട്ട് പറയുന്നത് ഒരു നേരെ ലളിതാ സഹസ്രനാമം ജപിക്കാവൂ, ഇല്ലെങ്കിൽ ദോഷമാണ്. അങ്ങനെയൊന്നുമില്ല.
നിങ്ങൾ ഭക്തി പുരസരമാണ് ജപിക്കുന്നതെങ്കിൽ അതിൻ്റെതായ മുഹൂർത്തങ്ങളിൽ ജപിച്ചു കഴിഞ്ഞാൽ ഗുണം കിട്ടും. മുഹൂർത്തങ്ങൾ ശ്രദ്ധിച്ചോളണം. ഈ മന്ത്രങ്ങൾ ജപിക്കാനുള്ള കാലയളവുണ്ട്. ആ ഒരു കാലയളവ് ആ മന്ത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അതിന് ഇത്ര അളവ് മാത്രം ജപിച്ചിട്ടങ്ങ് നിർത്തിക്കളയണം എന്നൊന്നും മന്ത്രത്തിൽ പറയുന്നില്ല. പിന്നെ ചില മന്ത്രങ്ങളുണ്ട്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ പിന്നെ ജപിക്കേണ്ടതില്ല. അത് പ്രധാനപ്പെട്ട ആകർഷണ വശ്യ മന്ത്രങ്ങളിലാണ് അത് വരുന്നത്, സാത്വികമായിട്ടുള്ള മന്ത്രങ്ങളിൽ. അലപ്പുറമൊന്നും വരാറില്ല. പിന്നെ ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ആ മന്ത്രത്തിൽ ചില ചിട്ടവട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മന്ത്രത്തിനും കോമൺ ആയിട്ടുള്ളൊരു നിയമമൊന്നും ഇവിടെ ഇല്ല. ഞാനിവിടെ പറഞ്ഞ മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ കാര്യമാണ്. എന്നാൽ വേറെ ചില നിബന്ധനകളുണ്ട്. രാത്രി ജപിക്കാൻ പാടില്ലാത്ത മന്ത്രങ്ങൾ, വൈകുന്നേരം ജപിക്കാൻ പാടില്ലാത്ത മന്ത്രങ്ങൾ, രാവിലെ ജപിക്കാൻ പാടില്ലാത്ത മന്ത്രങ്ങൾ എന്നൊക്കെ രീതിയിൽ ഒരു സന്ധ്യയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും മന്ത്രങ്ങൾ മാറ്റമുണ്ട്. ഈ മൃത്യുഞ്ജയത്തിനൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇദ്ദേഹം മാത്രമല്ല പറയുന്നത്, ഒന്നിലധികം പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തായിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറഞ്ഞെങ്കിലല്ലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും വളരെ പോപ്പുലാരിറ്റിയുള്ള ഏതെങ്കിലും കർമ്മിമാർ എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നു, അതൊരു യൂട്യൂബ് ചാനൽ ഏറ്റെടുക്കുന്നു, അവർ വലിയ തമ്പനയിലിട്ട് പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് പിന്നീട് അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞ് അയ്യോ അങ്ങനെയല്ല, എൻ്റെ അറിവ് കേടാണ് എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞു പോയാലും ഈ വീഡിയോ ലോകം മൊത്തം ചുറ്റിത്തിരിയും. അറിയില്ലേ? ഇത് പ്രചരിപ്പിക്കേണ്ടവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഹൈന്ദവർക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറേ ഉണ്ടല്ലോ, അവരിത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. കാര്യം സത്യം ചെരിപ്പിടാൻ ഇറങ്ങി തിരിക്കുമ്പം കള്ളം ലോകം ചുറ്റി തിരിച്ചു വരുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇത്തരം വീഡിയോകൾ ഇതിനൊക്കെ പെട്ടെന്ന് മാർക്കറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ പ്രത്യേകതരം യൂട്യൂബ് ചാനലുകളുണ്ട് ഹൈന്ദവ വിശ്വാസത്തെ തെറ്റായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് അങ്ങനെയുള്ള തമ്പനയിൽ കൊടുത്തിട്ട് നേട്ടം ഉണ്ടാക്കുന്നത്. ഇപ്പം നോക്കിക്കോ, ഇതിൻ്റെ കീഴെ ഞാൻ ഇത്രയും വീഡിയോയിൽ ഇത്രയും കാര്യം പറയുമ്പോൾ അതിൻ്റെ കുറേ ആളുകൾ വന്ന് ഇതിൻ്റെ കീഴെ കുറേ കമൻ്റൊക്കെ അടിച്ചിട്ട് പോകും. അടിച്ചിട്ട് പോട്ടെ, നമുക്ക് പറയേണ്ട കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് തുറന്ന് പറയേണ്ടതുണ്ടല്ലോ. ഇതൊക്കെ പറയുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾക്ക് കീഴെ ഇത്തരം കമൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കാനുള്ള ജ്ഞാനമെങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് ഉണ്ടാകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ ഇതിനൊരു മറുപടിയും കൊടുക്കാതെ കടന്നു പോകുന്ന ദുർബലരായ പ്രേക്ഷകർ ഹിന്ദുവിഷൻ ചാനലിൽ നിന്നല്ല ഹൈന്ദവ ചാനലുകളിൽ നിങ്ങളൊരു സബ്സ്ക്രൈബറായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് അപമാനകരമാണ്. ഈ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായി മറുപടി കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഭാവത്തിൽ നിന്നുണ്ടായില്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിനെതിരെ ഇവർ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ ഹൈന്ദവ ധർമ്മം ഒലിച്ചു പോകുന്നതിന് ഇവർ കോപ്പ് കൂട്ടുന്നത് നിങ്ങൾ അറിയാതെ പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഒരു കിടപ്പൊക്കെ ബോധ്യമായി കാണും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത് ആ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.